വിൻസിയുടെ പരാതിയിൽ ICC ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഫിലിം ചേംബറും യോഗം ചേരുന്നു. അർജുൻ മട്ടന്നൂരാണ് സമഗ്ര വിവരങ്ങളുമായുള്ളത്. അർജുൻ, ഇപ്പോൾ വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട സിനിമാ സംഘടനകളുടെ യോഗം, ഇതിൽ വിൻസിയും എത്തിയിരിക്കുന്നു. അതേസമയം നിയമപരമായ നടപടികളിലേക്കില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? അതോടൊപ്പം ഈ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങളും. സ്മൃതി, ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട 2 നിർണായക യോഗങ്ങളാണ് നടക്കുന്നത്. അതിലൊന്ന് ഈ സൂത്രവാക്യം എന്ന സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ യോഗമാണ്. ഈ യോഗത്തിൽ ഇന്ന് വിൻസി അലോഷ്യസ് പങ്കെടുക്കുകയും മൊഴി നൽകുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ ഈ പരാതിയെക്കുറിച്ച് അറിയില്ല എന്ന് പ്രൊഡ്യൂസർ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം തിരുത്തി. അതായത് ഈ സിനിമാ സെറ്റിലുള്ള ചിലരോട് വിൻസി ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ തങ്ങൾക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ICCയുടെ യോഗം ചേരുന്നത്. അതിനുശേഷം 3 മണിയോടുകൂടി ഫിലിം ചേംബറിൻ്റെ യോഗവും ചേരുന്നുണ്ട്. കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് സിനിമാ സംഘടനകളുടെ തീരുമാനം. ഷൈൻ ടോം ചാക്കോയെ താൽക്കാലികമായെങ്കിലും സിനിമകളിൽ നിന്ന് വിലക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. നിലവിൽ കരാറിൽ ഏർപ്പെട്ട സിനിമകൾ ചെയ്യാം, പുതിയ കരാറുകൾ ഏർപ്പെടേണ്ടതില്ല എന്ന് നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് AMMയുടെ അന്വേഷണവും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. മാത്രവുമല്ല, മറ്റ് സംഘടനകളും സമാനമായ രീതിയിൽ നടപടി വേണം എന്നാവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. ഇനി എപ്പോഴാണ് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടത് എന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി ഈ ഇടനിലക്കാരായി ലഹരി എത്തിച്ചു നൽകിയ ആളുകളെ അടക്കം കണ്ടെത്തി അവരെ ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. അതിനുശേഷം മാത്രമായിരിക്കും ഷൈൻ ടോം ചാക്കോയെ വിളിപ്പിച്ച് മൊഴിയെടുക്കുക. അതോടൊപ്പം ഷൈൻ ടോം ചാക്കോ ഇതുവരെ സിനിമാ സംഘടനകൾക്ക് മൊഴി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.